മനുഷ്യകുലത്തിൻ്റെ സഞ്ചാരം ആഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്ര ബോധ്യങ്ങൾക്കകത്ത് നിന്നാണ് നമ്മൾ ലോകത്തെ വീക്ഷിക്കുന്നത്. എന്നുവെച്ചാൽ ഈ പാലക്കാട് ജില്ല ഈ പറയുന്ന പോലെ കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് അന്നം ഉൾക്കൊണ്ട് ജീവിച്ച ഒരു കൂട്ടമാണ്. ഈ കൂട്ടത്തിൻ്റെ പ്രത്യേകത പാലക്കാട് ജില്ല ഈ തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് മാത്രമല്ല, ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ ഗോകർണം വരെയുള്ള ഈ പശ്ചിമഘട്ട മലനിരകൾക്കകത്ത് 40 കിലോമീറ്റർ വരുന്ന ഒരു വലിയ ചുരം പ്രകൃതിയാൽ തന്നെ രൂപപ്പെട്ടൊരു ഇടമാണ് പാലക്കാട് ജില്ല. അപ്പൊ ഈ പ്രകൃതിയാൽ രൂപപ്പെട്ട ചുരത്തിനൊരു പ്രത്യേകതയുണ്ട്. നിരന്തരമായ കാറ്റ് കിഴക്കൻ മേഖലകളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആഞ്ഞു വീശുന്ന കാറ്റ് മനോഹരമായ ഒരു ജീവിതമാണ് നമുക്ക് അനുഭവപ്പെടുത്തുക എന്ന് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കാറ്റ് ഇവിടെ പാലക്കാട് പെയ്യാനിരിക്കുന്ന മഴമേഘങ്ങളെ അങ്ങ് കൊണ്ടുപോകും. ഇപ്പൊ മഴമേഘങ്ങൾ ഊറിക്കൂടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ പെയ്യുന്നു. പക്ഷെ രസം എന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വീശുന്ന കാറ്റ് ഈ മഴമേഘങ്ങളെ കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോയി കഴിയുമ്പോൾ പാലക്കാട് ജില്ലയുടെ ദൈനംദിന ജീവിതത്തിന്റെ കൃഷിഭൂമിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തെ അത് ബാധിക്കുന്നത് ഏത് തരമാണെന്ന് പറയുന്നത് അതീവ സങ്കീർണമാണ്. ഇതിനകത്തെ ഒരു സവിശേഷത, ഭാഷ ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യ സമൂഹം സർവൈവ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയത് അവൻ്റെ ചോദനകളുടെ അടിസ്ഥാന കാരണം ഭക്ഷണമാണ്. അതില്ലാതെ അവന് ഒരടി പോലും സഞ്ചരിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യൻ അന്നത്തെ പ്രതി മാത്രമാണ് അവൻ്റെ ജീവിത ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. കേരിയല്ലേ ആരൊക്കെയത്? നമ്മുടെ പെങ്ങന്മാരായിരിക്കണു, എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ അതെന്നെ നോക്കുമ്പോ എല്ലാവരും പരിചയമുള്ള മകളായിരിക്കും. നാട്ടിൽ കാലത്ത് എത്തിയ എന്താണ് കോഴിക്കറിയ കായ ആകട്ടെ നമ്മുടെ ആൾക്കാർ വരുന്നുള്ളൂ. കരിയറാണ് ദേവിനെ വിളിച്ചിട്ടേ അമ്മ എന്നെ കയറ്റി തന്നതാണ്. എന്താ തമ്പുരാട്ടിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പുകയല്ലേ. അപ്പൊ അതിന് അവർക്ക് വരണല്ലോ. ഞാന് മുതലാളിന്റെ കളത്തിന് വന്നതാണ്. കേരാനുണ്ടല്ലോ പറഞ്ഞു നാന്ന് വന്നു. അവർക്ക് മെല്ലെ വരുന്നുള്ളൂ. നിങ്ങളെ കണ്ടപ്പോ 4 ദിവസം നമ്മുടെ ആൾക്കാർ വന്നിരിക്കണു. ഞായറാഴ്ച ദിവസം നല്ല തിരക്കുണ്ട്. നിങ്ങളും വന്നതാണല്ലേ, എല്ലാവരും ഇട്ടില്ലേ. ചോറ് എന്തായാലും ഇത്തിരുന്നായിരുന്നു നിങ്ങളുടെ കൂടെ നമ്മുടെ ആൾക്കാർ വരുന്ന വരെ തുണിയായാലും എനിക്ക് സന്തോഷമായ അതന്നെ വേണ്ടത്. ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്തത് സന്തോഷമാണ്. എവിടെന്നെങ്കിലും വീണ് കിട്ടുകയാണെങ്കിൽ ഇത്തിരി തിന്നാൻ വേണ്ടി. എന്താട്ടോ നിങ്ങളുടെ സുഖം തന്നെ?
സുഖം തന്നെ. ആ അങ്ങനെ പോണു. സുഖമല്ലേ? തമ്പുരാട്ടി സുഖം തരട്ടെ. അതിനെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാത്തു രക്ഷിക്കട്ടെ. കഷ്ടപ്പാട് ബുദ്ധിമുട്ടും കൊണ്ടാണ് കേറി വരുന്നത്. എല്ലാം തീർത്ത് തരട്ടല്ലേ? അതിനെന്നെ നമ്മുടെ പ്രാർത്ഥന. എല്ലാവർക്കും സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ. ആകെ കിട്ടേണ്ടത് അതന്നെ. ആകെ ഉള്ള മനുഷ്യന്മാർക്ക് കിട്ടുന്ന ധനവും സമാധാനവും തന്നെ. കയ്യിൽ പോക്കറ്റ് ഒന്നുമില്ല. അത് ദേവി എപ്പോഴും തരും. ഞാൻ സോണാക്കണേ. നമ്മൾ നമ്മുടെ ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് മലയപ്പൂതി അമ്മേൻ്റെ അവിടേക്ക് വന്നതാണ്. അപ്പോൾ കോഴി ഇറക്കാനുള്ള പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. പച്ചരി ചോറ് വെച്ചിട്ടാണ് കോഴി ഇറക്കണ പൂജ ചെയ്യുന്ന അവിടെ കൊണ്ടുവരും. അരി കഴുകാനുള്ള വെള്ളം ഞങ്ങൾ വെച്ച് അരി കഴുകിക്കൊണ്ടിരിക്കുന്നു. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ചോറ്റിനുള്ള അരി ഇടാൻ പോവുകയാണ്. നമ്മുടെ പൂജയ്ക്കുള്ള പച്ചരിച്ചോറ് റെഡിയായി. ഇതിൽ ഉപ്പിടില്ല കേട്ടോ, ഉപ്പിടാത്ത ചോറാണ്. അതായത് ആ അമ്മയ്ക്ക് അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം. അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കാതെയാണ് ഈ അരി വെക്കുക. ചോറ് റെഡിയായിട്ടാ.
നമ്മൾ ഭഗവതിയുടെ അറുത്ത കോഴി വയ്ക്കുന്ന സമയത്ത് അതിനെ തൂവലൊക്കെ പറിച്ച് കളഞ്ഞ് കളഞ്ഞിട്ട് എന്താണ് മഞ്ഞളൊക്കെ തേച്ച് അത് നേരാക്കി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് കഷ്ണങ്ങളാക്കി അതിലാകെ നന്നായി കഴുകി 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുരുമുളക്, ജീരകം എല്ലാം പൊടിയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മൂടി തേങ്ങ കൊത്തും. അതിട്ട് മൊത്തത്തിൽ എല്ലാം കൂടെ തിരുമ്മിട്ട് അതിൽ വയ്ക്കും, വേഗം വയ്ക്കും. അതിൽ കൂടെ നമ്മൾ ഉരുളി വെച്ചിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ചിക്കൻ അതിലോട്ട് ഇടുക. അത് നന്നായി വെള്ളം വെക്കണം. അപ്പോൾ നാടൻ കോഴിയല്ലേ, നന്നായി വെന്ത് വന്ന് നല്ലോണം ചാറ് കുറുകി വന്നതിന് ശേഷം വാങ്ങിക്കുക സാധനം. അത് ഉപ്പൊന്നും നോക്കാൻ പറ്റില്ല നമുക്ക്, അങ്ങനെ ഭഗവതിക്ക് വെക്കുന്നതല്ല. അതുകൊണ്ട് ഉപ്പും മുളകൊന്നും നോക്കാൻ പറ്റില്ല. ഒരു വിധാനത്തിൽ നമ്മൾ ചെയ്യണം. അല്ല, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഈ അയൽക്കൂട്ടുകാരനെ പോലെ ഒരേപോലെയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണോ, സ്വന്തം ഒരു ഉദ്ദേശമുള്ള പോലെ തോന്നണോ? അതൊന്നുമില്ല. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഭയങ്കര ഭാഗമായി വന്നാണ്. ആ ചാനലുകാരാണ്. അങ്ങനെ വരട്ടെ, അത് ശരി. അപ്പളേ ഏതാണ് നിങ്ങളുടെ ചാനലിന്റെ പേര്? സോളോ പാലക്കാട്. സോളോ പാലക്കാട് അല്ലേ? അത് ശരി. ഐതിഹ്യങ്ങളെ കുറിച്ച് രാമേച്ചന് അറിവുണ്ടോ? ഇവിടുത്തെയല്ലേ? എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, എന്നാലും ചെറിയൊരു അറിവ് വെച്ചിട്ട് പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പോർത്തിക്കാരന്മാര്, നാട് മേയ്ക്കുന്നവർ എന്ന് പറയും. ഇപ്പോ നാട്ടിലൊക്കെ പോർത്തിക്കാരന്മാർ എന്നാണ് പറയുക, ചാമിച്ചന്റെ ചെറുപ്പത്തിലൊക്കെ. അങ്ങനെ പോർത്തിക്കാരന്മാർ ഒരുപാട് മാട് കന്നുകാലികളിനെ മേക്കാൻ വേണ്ടി ഈ കാട്ടിലേക്ക് വന്നു. ഈ കാട്ടിലേക്ക് വന്ന് അവർ വന്നു കഴിഞ്ഞാൽ 4 പാടും പോകുമല്ലോ. അവർ ഒരു ഭാഗത്ത് മരത്താണെല്ലാം കൊണ്ടാണ്ട് കിടന്നു. പറന്ന് ഒണിച്ച് നോക്കുമ്പോൾ വൈകുന്നേരമായി. മാടുകളിലൊന്നും കാണാനില്ല. മൊക്കിലും മൂലയിലൊക്കെ പോയിട്ട് തെരഞ്ഞു നോക്കുമ്പോൾ എല്ലാം വന്നു. അതിൽ എണ്ണി നോക്കുമ്പോഴോ ഒന്നും കാണാനില്ല, ഒരു മാടിനെ കാണാനില്ല. എന്തു ചെയ്യും? മുതലാളിമാരുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന മാടല്ലേ, മേയ്ക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ തല്ലിയിട്ടും വായിട്ടും അങ്ങനെ തല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടികൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ഈ ഭഗവതി ഒരു തോന്നൽ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. മലമേലെ ഒരു കല്ലും കരുവും വെച്ച് ബലി കൊടുത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് വരിക്കും ഒരു തോന്നൽ നമുക്ക് മനസ്സിലുണ്ടായി. അപ്പോ ആടും മാടും കോഴിയൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാ, ഇതേപോലെ ഇവിടെ കിട്ടുമോ? അങ്ങനെ ഒരു ഓന്തിനെയാണ് ആദ്യമായിട്ട് ഇവിടെ ബലി കൊടുത്തത്. അതിനുശേഷം കുട്ടികൾക്ക് ഈ ചൊകലമാടാണ് പോയത്. ചൊകലമാട് പോയി അതേപോലത്തെ ഒരു മാട് അവിടെ വന്നു എന്നാണ് പറയുന്നത്. ഗണ്ണൊക്കെ തകഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി മലയിറങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷം നാട്ടിൽ പോയി ഇതൊക്കെ പരന്നില്ലേ. അങ്ങനെ പല പല ആളുകളും ഈ കന്നും മാടുകളും ഈ പശുമൃഗാദികളുടെ പേരിലൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടാനും ദണ്ഡങ്ങൾ വരാണ്ടിരിക്കാനും. അങ്ങനെ പല പല ആൾക്കാരും പല ദേശത്തുനിന്നും വഴിപാടും പൂജയായിട്ട് ഇപ്പോൾ ദേവിൻ്റെ അവിടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മലയപ്പൊതി ഭഗവതി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പുളിമരമൊക്കെ ഉണ്ടായതൊക്കെ പോയി നശിച്ചു പോയതാണ്. ഈ ആട്ടിനും മാടിനും കോഴിക്കും ഒക്കെ കൂടി മാത്രം ഉള്ളതാണ് മലയപ്പൊതി അമ്മ. അത് മാത്രം പ്രാർത്ഥിച്ചാലാണോ ഫലം കിട്ടുക? ആദ്യ കാലത്തൊക്കെ അങ്ങനെയായിരിക്കും. 4 കാലുകൾക്കൊന്നും നാശമില്ലാണ്ടിരിക്കട്ടെ, ദണ്ണം വരാണ്ടിരിക്കട്ടെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തുടക്കം. പക്ഷെ ഇപ്പം നോക്കി അവിടെ വീട് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് വീട് സഫലമായതിന് വേണ്ടിയിട്ടേ അവിടെ കൊണ്ട് നോക്കിയിരിക്കുന്നത് കണ്ട കോലം. അപ്പോൾ വീടിന് കുട്ടികളില്ലാത്തവർക്ക്, കൈയും കാലും ഇല്ലാത്തവർക്ക്, കണ്ണില്ലാത്തവർക്ക് വിദ്യാഭ്യാസം പഠിപ്പ് കിട്ടട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പല പല പ്രാർത്ഥനകളായിട്ട് വരുന്നവർക്ക് ഫലം കിട്ടുന്നത് എന്നാണ് അനുഭവം തോന്നുന്നു. ഞാൻ എരുമൂരുകാരിയാണ് ഈ നാട്ടുകാരിയാണ്. പിന്നെ ഈ നാട്ടുകാരി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താണ് കാര്യങ്ങളൊക്കെ അറിയാൻ. ഇടയ്ക്കിടയ്ക്ക് വരും മലയപ്പൊതി അങ്ങനെ കാണാൻ. ഞങ്ങള് വീട് പണി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അനുഭവം ഇവിടെ എനിക്കൊരു കണ്ടില്ലപ്പോ. അതന്നെ എനിക്കൊരു അനുഭവം ഉണ്ട്. പിന്നെ
ലോൺ എടുത്തിട്ട് പശു ഉണ്ടായി വളർത്തലുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് പ്രസവം കഴിഞ്ഞു. ഓരോ പ്രസവം കഴിയുമ്പോൾ നമുക്ക് പാല് കറന്ന് കൊടുത്താലും നമുക്കൊരു വരുമാനം ലോൺ ഉള്ളൂ. അപ്പൊ മൂപ്പര് ഓരോന്ന് പ്രസവിച്ചതൊക്കെ പോവുകയാണ്. എനിക്ക് സങ്കടമായി. ലോൺ അടവ് കിട്ടണില്ല. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്റെ തട്ടക തന്നെ എന്റെ മഴ പൂജ അമ്മയുടെ അടുത്തൊന്നും വഴിപാട് ഞാൻ അങ്ങനെ പിന്നെ കുറച്ച് കരഞ്ഞപ്പോൾ വേഗം വന്നിട്ട് അമ്മ എനിക്ക് അനുഭവം നോക്കണം, ഇതൊരു വഴിയില്ല, ലോൺ അടഞ്ഞു പോകണം. പ്രസവം കഴിഞ്ഞു. ഒരു പെണ്ണുകുട്ടി പശുവിനെ പ്രസവിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവരാണ്. ആട് വളർത്തിട്ടുണ്ടായിരുന്നു. ആടും വളർത്തുന്നവര് എല്ലാവരും വരും. ആടും കന്നും വളർത്തുന്നവര് എല്ലാവരും നമ്മുടെ ഈ പാലക്കാട് ജില്ലയില് എല്ലാവരും വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകും. അതേപോലെ മക്കൾക്ക് കല്യാണം വരാതായാലോ കല്യാണം മുടങ്ങിക്കിടക്കണതോ അങ്ങനെ പ്രാർത്ഥിച്ച ഇവിടെ വരും. കണ്ട ദേവിയാണ്. നമ്മ വിളിച്ചാ വിളിക്കേക്കുന്ന വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ്. നമ്മുടെ പാലക്കാട്ടുകാര് പറഞ്ഞാല് നിഷ്കളങ്കരാണ്, പച്ചപാവങ്ങളാണ്, സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്നവരാണ്, വിശ്വസിക്കാൻ പറ്റിയവരാണ്. അത് പുറം ജില്ലക്കാര് ഈ 10-13 ജില്ലക്കാരും നമ്മുടെ പാലക്കാടിന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരൊക്കെ വന്നാ പറയല്ലേ ചാമിച്ച നിങ്ങളുടെ നാട്ടിൽ വന്നാ പോകാനേ തോന്നില്ല. അതിന് ഉദാഹരണം ഒന്ന് ചാമിച്ചൻ പറയാം. എന്താ പറയാ, നമ്മുടെ നാട്ടില് ടീച്ചർമാർ പല ജില്ലയിൽ നിന്നും വരും. വന്നവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചു. പിന്നെ ഇവിടെ തന്നെ അവർ പോകില്ല, അവരുടെ നാടേ വേണ്ട. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടുകാരുടെ സ്നേഹം അവർക്ക് ധാരാളം കിട്ടും. ഇത് എന്റെ പടിയും കിട്ടില്ല. അത് ഏതുപോലെ പറഞ്ഞ കാടുമലകൾ കൂടി പിണയുന്ന കാടുമലകൾ കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കാടുമലകൾ കൂടി പിണയുന്ന കാടുമലകൾ കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്. കൊടുമുഴകളും പാടങ്ങളുണ്ടല്ലോ, കൊടുമുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്. കൊടുമുഴകളും പാടങ്ങളുണ്ടല്ലോ, കൊടുമുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്. ഒരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന ഒരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട് കള്ളുകൊണ്ട്. ഒരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന ഒരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട് കള്ളുമുണ്ട്. കള്ളുണ്ട് പറയല്ലാണ്ട് ഇപ്പൊ കള്ള് കണ്ണി കാണുന്നു. മനുഷ്യന്മാർക്ക് കള്ളിനി ഒന്നും വേണ്ട, ഒക്കെ പോയില്ലേ. പകവാനേ അതും കുടിച്ച് അത്തുമിത്തും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കള്ള് പറഞ്ഞ പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കൊന്നും പേടിയില്ല. എന്താ പറഞ്ഞ ഇത്തിരി കള്ള് കുടിച്ചിട്ട് വന്നു, അത് മൂത്രമൊഴിച്ച കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഡോസ്. 8 മണിയാകുമ്പോഴേക്കും അതിന്റെ കോപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറുതാടിയെ കുട്ടിയെ മക്കളെ അവരെ ഇവരെ കൊഞ്ചലായി പറയലായി ചോറൊത്തിരി ഉണ്ട്, സന്തോഷം പോലെ കറന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തലയ്ക്ക് കയറിയത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് പിപ്പിരി പൊടിക്കാം. മയക്കുമരുന്നല്ലേ എന്താ ചെയ്യുന്നത്? നാടിനെയൊക്കെ മയക്കിയിട്ടിരിക്കുകയാണ്. ഒക്കെ നിങ്ങളെ പോലുള്ളവർക്ക് ഉണർന്നു വരണം ഈ മയക്കുമരുന്ന് പോരാടാൻ. കേട്ടോളെ, നിങ്ങളുടെ ചാനലിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. പ്രത്യേകം പറഞ്ഞ് നമ്മുടെ നാട് നയിച്ചു കിടക്കുകയാണ്. നന്നാക്കി എടുക്കാൻ നമുക്ക് വളർന്നു വരുന്ന മക്കളിനെ നമ്മ തന്നെ സൂക്ഷിക്കണം. ഈ പോലീസുകാരൊക്കെ അപ്പം തൊട്ടതുപോലെ അവിടെ ഇവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ പറയുന്നു? അതൊന്നും പറയണ്ട. ഇതുപോലെ വെച്ചുണ്ടാക്കുമ്പോഴേ അതിനുള്ള കൂട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഓടണം. സന്ദേശങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കണം. കേട്ടോളെ, ഉഴുന്നലേരി ചോറ് വന്നു. ഇത് ഞങ്ങൾ കോരിയിടാൻ പോവുകയാണ്. ഈ ചോറും ഇപ്പോൾ ഇറച്ചിക്കറി വെച്ചതും കൂടി കൊണ്ട് ഒന്നുകൂടെ ഭോജിക്കണം. എന്നാലാണ് ഇതിൻ്റെ ഭോജൻ്റെ ഇത് പൂർത്തിയാവുകയുള്ളൂ.
അപ്പോളേ ജാമ്യത്തിനെ നമ്മുടെ സോളോ പാലക്കാടിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. മുതലാളുടെ കോഴിന്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ എന്തോ ചെയ്തോളി, നിങ്ങൾ പൂജ കഴിക്കേ നിങ്ങളുടെ ആൾക്കാരുടെ കൂടെ കൂടിക്കോളിയും പറഞ്ഞു. ഞാൻ നമ്മുടെ സോളോ പാലക്കാടിന്റെ പെങ്ങന്മാരുടെ കൂടെയാണ് ഇപ്പൊ ആഹാരം കഴിക്കുന്നത്. ഏത് മലയപ്പതിന്റെ അതെ ചൊടുക്കനിയുണ്ട്. ഏത് നമ്മുടെ പാലക്കാടിന്റെ കുമ്പളങ്ങി ഇറച്ചി പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് ഇല്ലേ? അപ്പൊ ദേവസന്നിധി വന്നിട്ട് ഒരു പിടി കുമ്പളങ്ങി ഇറച്ചിയും കൂട്ടി ഉണ്ണു പറഞ്ഞാലേ ഇതിൽ മീത് തൃപ്തി പാറിയില്ല. കൊടുക്കനി ആയിട്ടുണ്ട്. 100%. ഏത് സൂപ്പറായി കേട്ടാ മതി. അത് മാത്രം കേൾക്കാൻ മതി. എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. ഇവിടെ കുറേ നാളെ ഞാൻ വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചാനലിലൂടെ എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരുമിക്കാൻ പറ്റിയ സന്തോഷമായി. പിന്നെ അങ്ങനെയാണ് വേണ്ടത്. കുറേ വർഷമായിട്ട് വരണം. ഇനിയിപ്പോ വിടുകേ വേണ്ട, കൂടെ കൂടിക്കോളി. ഇതേപോലെ ഇനി ഒരിക്കൽ നമുക്ക് ഒരിക്കൽ കൂടണം. കൂടണം. എന്താന്ന് വെച്ചാല് ഇതിന് ഒത്തിരി കൂടി ഇതുപോലെ ഒരു ഒരുമയും പെരുമയും വേറെ കിട്ടില്ല. ഏത് അതാണ് നമ്മുടെ വീട്ടിലേക്ക് എത്ര സാധനം ഉണ്ടാവുമോ? സാധുണ്ടാവില്ല. ഇതിന് പ്രത്യേക സാധാണ്. ഇത് മലയപ്പൊതിയിൽ വന്നാലും നമ്മൾ എങ്ങനെ വെച്ചാലും ഭക്ഷണം അടിപൊളിയായിരിക്കും. നമ്മൾ വെക്കുമ്പോൾ എന്താണ് ഉപ്പും മുളകൊന്നും നോക്കിയിട്ടില്ലെങ്കിലും അത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് പോലെയാവും. നല്ല ടേസ്റ്റ്. നോക്കാണ്ടല്ലോ വെച്ചത് കുറവ് കാണുന്നില്ല, ഒന്നുമില്ല. നോക്കിയിട്ടില്ല. നിങ്ങൾക്കത് വെക്കാൻ നോക്കാൻ തോന്നില്ലല്ലോ അല്ലേ? നോക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സ് കേൾക്കില്ല. കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ്. പ്രത്യേക ടേസ്റ്റ്. അല്ല അത് നിങ്ങളുടെ കൈക്കോണം കൂടിയാണ് കേട്ടോളൂ.